മാസ്റ്ററുമായിട്ടുള്ള കോളിന് ശേഷം കണ്ണു തുറക്കുന്ന ഉൻകോളും ഈച്ചന്റെ സർജറിക്ക് കഴിഞ്ഞ വിവരം അറിയുന്നു. ഞാൻ ഒരിക്കലും ഇവിടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നിനക്കും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കുകയില്ലായിരുന്നു. പിന്നെ അന്നത്തെ ദിവസം ഞാൻ നിന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരിക്കലും നിന്നോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. എനിക്ക് തിരിച്ചു പോകാറായിരിക്കുന്നു. അതിനു മുമ്പ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുവാനുണ്ട്. നീ ദയവ് ചെയ്തൊന്ന് കണ്ണ് തുറക്കാമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഉൻകോളും അവിടെ ഇരുന്ന് കരയുകയാണ്. പിറ്റേ ദിവസം രാവിലെ ആക്കുമ്പോഴത്തേക്കും ഈച്ചനും കണ്ണൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. ഓൺഗ്യോളും ഈച്ചനെ വിളിച്ചിട്ട് അവൻ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും അവനെ തൊട്ടു നോക്കുന്നു. എനിക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് എന്റെ പോലെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എനിക്ക് എന്താണ് സംഭവിച്ചതെന്നൊക്കെ അവന് മുൻകോളിന്റെ അടുത്ത് ചോദിക്കുകയാണ്. മുത്തശ്ശിയും ഇപ്പോൾ ഓടി ഈച്ചന്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ആരാണെന്നൊക്കെ നിനക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? നിനക്ക് എന്റെ ശബ്ദമൊക്കെ കേൾക്കാമോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുമ്പോഴത്തേക്കും മുത്തശ്ശി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത് പോലെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ഇരിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എങ്കിൽ പോലും ഞാൻ ഉറപ്പായിട്ടും മുത്തശ്ശിനെ ഒരുപാട് സ്നേഹിക്കുന്നതായിരിക്കുമെന്നൊക്കെ അവനും പറയുന്നു. എന്റെ പേരക്കുട്ടി എന്തൊരു പാവമാണ്, എന്നിട്ടും അവൻ ഈ ഒരു ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും ആകെ കരയുകയാണ്. നിനക്കൊന്നും കേൾക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്റെ ചെവികൾ തരാം. നിനക്ക് ഹൃദയമില്ല എങ്കിൽ ഞാൻ എന്റെ ഹൃദയം തരാം. നിനക്ക് കണ്ണുകളാണ് വേണ്ടതെങ്കിൽ ഞാൻ എന്റെ കണ്ണുകൾ പോലും നിനക്കായിട്ട് തരുവാനായിട്ട് തയ്യാറാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും കരയുന്നു. ഈച്ചനെ ഈ ഒരു അവസ്ഥയിലാക്കിയത് ആരാണെന്നൊക്കെ എനിക്കറിയണം. ഞാനും അവനെ എന്റെ സ്വന്തം കൈകൊണ്ട് തന്നെ കൊല്ലുന്നതായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് ഉണ്ണിക്കുൾ നടക്കുമ്പോഴത്തേക്കും ഉണ്ണിയും അവന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ശരിക്കുമുള്ള ആ ഒരു പ്രതിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഈച്ചനോ മുത്തശ്ശിയോ അത് അറിയാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ആ ഒരു പ്രതി ചുങ്ങയുടെ സ്റ്റെപ്പ് ബ്രദർ ആണെന്നൊക്കെ അവളും പറഞ്ഞു കൊടുക്കുകയാണ്. ചുങ്ങയും അച്ഛനും കൂടി ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അച്ഛനും അവൾക്ക് ചെറിയൊരു കുറിപ്പൊക്കെ നൽകുകയാണ്. ഞാൻ അടുത്ത ദിവസം ബിസിനസ് ട്രിപ്പിനൊക്കെ പോകുന്നുണ്ട്. അവിടെ വലിയൊരു ആർട്ട് മ്യൂസിയം ഒക്കെ ഉണ്ട്. നീയും വരുന്നുണ്ടോ എന്നായിരുന്നു അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഇനി അച്ഛനാകട്ടെ സൈൻ ലാംഗ്വേജില് നിനക്കും ആർട്ടൊക്കെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കുന്നു. അവളും അതിശയത്തോടെ അച്ഛനെ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഇനി ഞാനെങ്ങനെ കാണിച്ചത് തെറ്റിപ്പോയതായിരിക്കുമോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അച്ഛനും ബുക്കൊക്കെ തുറന്നു നോക്കിയിട്ട് അതിന്റെ അകത്ത് നിന്നും കുറച്ചുകൂടി സയൻസ് ഒക്കെ പഠിച്ചിട്ട് കൃത്യമായി തന്നെ അവൾക്ക് എന്താണ് താൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നതെന്നൊക്കെ കൺവേ ചെയ്തു കൊടുക്കുന്നു. അത് കണ്ട് അവൾ ചിരിക്കുമ്പോഴത്തേക്കും അവളുടെ ചിരി കാണുവാൻ നല്ല ഭംഗിയാണെന്നൊക്കെ ഒരിക്കൽ ഉൺഗ്യോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കുറിച്ച് അച്ഛനും ഓർക്കുകയാണ്. ഞാനും അച്ഛന്റെ ഒപ്പം വരാമെന്നൊക്കെ അവളും പറയുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, അവനായിരുന്നു എന്റെ കാറിന് മുമ്പിലേക്ക് എടുത്തു ചാടിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ജിമ്മിയുടെ മകൻ പറയുമ്പോഴത്തേക്കും റോഡിലുണ്ടായിരുന്ന മാർക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്നാണല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പോലീസും അയാളോട് ചോദിക്കുകയാണ്. പോലീസും അവൻ മനഃപൂർവ്വമാണ് ഇത് ചെയ്തതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവനാകട്ടെ അങ്ങനെ ഒരു ഉദ്ദേശവും അവൻ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇരിക്കെയാണ് എന്നെ കണ്ടിട്ട് നിങ്ങൾ മനഃപൂർവ്വം എന്റെ നേർക്ക് വണ്ടി ഓടിച്ച് കയറ്റുവാനായിട്ട് നോക്കിയതല്ലേ? നിങ്ങൾ എന്നെ കൊല്ലുവാൻ ശ്രമിച്ചതിനിടയ്ക്ക് ഈശ്വരൻ വന്ന് എന്നെ രക്ഷിച്ചത് കൊണ്ടല്ലേ നിങ്ങളുടെ വണ്ടി ഈശ്വരനെ ഇടിച്ചിട്ടുണ്ടായിരുന്നത്? നിങ്ങൾ സത്യമൊക്കെ പറ എന്ന് പറഞ്ഞുകൊണ്ട് ഉൺഗ്യോൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും അവനും അങ്ങനെ സത്യങ്ങളൊന്നും പറയുവാനായിട്ട് തയ്യാറായിരുന്നില്ല. മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു എവിഡൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നു. നീ ഇപ്പോൾ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയൊക്കെ പണം കൊടുത്ത് നീ ഒഴിവാക്കുവാനായിട്ട് നോക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കൊന്നു കളയുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഉൺഗ്യോൾ ആകെ വയലന്റ് ആകുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന പോലീസും ഉണ്ണിയും കൂടി ചേർന്നിട്ട് അവനെ പിടിച്ചു മാറ്റുന്നു. രണ്ട് ചന്ദ്രനൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ദിവസം ഇന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കാര്യത്തിലും ഇടപെടുവാനായിട്ട് സാധിക്കുകയില്ല. നമുക്ക് തിരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്നേക്കുമായിട്ട് ഇവിടെ ട്രാപ്പിലായി പോകുന്നതായിരിക്കുമെന്നൊക്കെ ഉണ്ണി പറയുമ്പോഴത്തേക്കും അവനും തിരിച്ചു പോകുവാനായിട്ട് തയ്യാറായിരുന്നില്ല. എനിക്ക് ഒരു കാര്യങ്ങളും മാറ്റുവാനായിട്ട് സാധിച്ചില്ല. ഞാനും ഒരു കാര്യത്തിലും ഇടപെടുവാനായിട്ട് പാടില്ലായിരുന്നു. ഞാൻ കാരണമാണ് അച്ഛൻ ഈ ഒരു അവസ്ഥ വന്നതെന്നൊക്കെ പറഞ്ഞ് ഉണ്ണികൾ വിഷമിച്ചിരിക്കുകയാണ്. ഒരു മാറ്റങ്ങളും വരുത്തിയില്ല എന്നാണ് നീ കരുതുന്നത്? നീയാണ് എന്റെയും ചുങ്ങയുടെയും ജീവൻ രക്ഷിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ഉണ്ണിയും പറയുന്നു. ഈച്ചന് അപകടം പറ്റിയതൊന്നും തന്നെ അറിയാത്ത ചുങ്ങയും ഞാൻ അച്ഛന്റെ കൂടെ ആദ്യമായിട്ടൊരു ബിസിനസ് ട്രിപ്പ് ഒക്കെ പോകുകയാണ്, ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈച്ചനും ഒരു ഫാക്സ് ഒക്കെ അയക്കുന്നു. ഈച്ചനും ഹോസ്പിറ്റലിൽ വെച്ച് ടി വി ഒക്കെ വെച്ച് നോക്കുകയാണ്. പക്ഷെ ടി വിയിൽ ഫുൾ വോളിയം വെച്ചിട്ട് പോലും അവനൊന്നും കേൾക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവനും മൊത്തം നിരാശയിലേക്കാണ് ഉള്ളത്. നീ കാരണമാണ് എന്റെ ലൈഫിൽ തന്നെ മാറ്റമുണ്ടായത്. ഇപ്പോഴുള്ള എന്നെ സ്ട്രോങ്ങർ ആക്കി മാറ്റിയത് നീയാണ്. അതുകൊണ്ട് തന്നെ നിന്റെ ലൈഫിലും അതുപോലത്തെ ഒരു സ്ഥാനമൊക്കെ വഹിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുകൂടി ചുങ്ങ ആ ഒരു കത്തിൽ ചേർത്തിട്ടുണ്ടായിരുന്നു. ഈച്ചൻ എപ്പോഴും എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും എപ്പോഴും ഈച്ചന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് കൂടി അതിലുണ്ടായിരുന്നു. ചുങ്ങ ഇനി വിദേശത്തുള്ള സ്കൂളിലൊക്കെ ആയിരിക്കും പഠിക്കുക. ചെവി കേൾക്കുവാൻ സാധിക്കാത്ത ആൾക്കാർക്ക് വേണ്ടി അവിടെ ഒരു കോളേജൊക്കെ ഉണ്ട്. അവിടെ പോലും അവൾക്ക് വേണ്ടിയുള്ള അഡ്മിഷനൊക്കെ എടുത്തു വെക്കണം. അവൾ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ചു വരുവാനായിട്ട് പാടില്ല. പക്ഷെ അവളും അതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയരുത്. പിന്നെ ഈച്ചന്റെ ഹോസ്പിറ്റലിലെ പണവും അത് കൂടാതെ അവന് പഠിക്കുവാനായിട്ടുള്ള എല്ലാ തുകയും നമുക്ക് തന്നെ കൊടുക്കാം. അതുപോലെ തന്നെ ജിമിന്റെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും നമ്മൾ ഇടപെടുവാനായിട്ട് പാടില്ല. അവർക്ക് വേണ്ട ശിക്ഷയൊക്കെ നടപ്പിലാക്കുക തന്നെ ചെയ്യണം. അത്രയുമൊക്കെ ആയിരുന്നു ചെയർമാന്റെ തീരുമാനങ്ങൾ.
ജിമ്മിയും മകളും കൂടി എവിടേക്കോ പോകുവാനായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുമ്പോഴത്തേക്കും ഇൻകം ടാക്സിലെ ആൾക്കാർ വന്നിട്ട് ജിമ്മിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകയാണ്. എന്റെ അച്ഛനെ ഈ ഒരു അവസ്ഥയിലാക്കിയിട്ട് എനിക്ക് ഒരിക്കലും തിരിച്ചു പോകാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ഉൺകോൾ പറയുമ്പോഴത്തേക്കും പണ്ട് ഉൺഹോ എന്റെ അടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്റെ സൈൻ ലാംഗ്വേജ് ഒക്കെ മോശമായതുകൊണ്ട് എനിക്ക് മനസ്സിലായുമില്ല. ഇപ്പോൾ എനിക്ക് അതിന്റെ അർത്ഥമൊക്കെ മനസ്സിലായെന്ന് പറഞ്ഞിട്ട് അവളും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഉൺകോളിന്റെ തോളിൽ ഇപ്പോൾ തന്നെ ഒരുപാട് ഭാരമൊക്കെ ഉണ്ട്. അതുകൊണ്ടായിരുന്നു അച്ഛന്റെ ഈ ഒരു കഥയെക്കുറിച്ച് ഞാൻ അവനോട് പറയാതിരുന്നത്. പക്ഷെ എപ്പോഴാണോ അവന്റെ ആ ഒരു ഭാരമൊക്കെ കുറഞ്ഞു കിട്ടുക, അന്നായിരിക്കും ഈ കഥയൊക്കെ ഞാനും പറയുക എന്നൊക്കെ ഓൻ ഹോയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരിക്കലും നീ ചുമക്കേണ്ട ഭാരമല്ല. നീയും അതുകൊണ്ട് തന്നെ ഇതിനെ ഇവിടെ ഉപേക്ഷിച്ച് കളയുകയാണ് ചെയ്യേണ്ടത്. നിന്റെ പേരൻസും ബ്രദറും സന്തോഷത്തിലാണ് ഉള്ളതെന്നാണോ നീ വിചാരിച്ചിട്ടുള്ളത്? അവർ കാരണം നീ എത്രത്തോളം ഭാരമൊക്കെ ചുമക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് നന്നായി തന്നെ അറിയാം. അതിന്റെ വിഷമവും അവരുടെ ഉള്ളിലുണ്ട്. നിന്റെ ജീവിതം നിനക്ക് മാത്രമേ ജീവിക്കുവാനായിട്ട് സാധിക്കൂ. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഈച്ചനിൽ നീ വിശ്വാസം അർപ്പിക്കണം. ഇവിടെ ഈച്ചന്റെ കൂടെ എല്ലാവരും ഉണ്ട്. അതുപോലെ തന്നെ 2023-ലും ഈച്ചനും ചുങ്ങയും ഉൺഹോയും നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അവരുടെ ഒപ്പം ഞാനും ഉണ്ടാക്കും. ഞാൻ ഇന്ന് തന്നെ തിരിച്ചു പോകുന്നതായിരിക്കും. നീയും സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് എന്റെ അടുത്തേക്ക് വരണമെന്നൊക്കെ പറഞ്ഞ് അവളും പോകുന്നു. അവളും വീട്ടിലെത്തിയിട്ട് നേരത്തെ എങ്ങനെയായിരുന്നു ആ ഒരു വീടുണ്ടായിരുന്നത്, ആ രീതിയിലേക്ക് വീട് മാറ്റിയെടുക്കുകയാണ്. പിന്നീട് അവൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും അവൾക്കും കുറച്ച് ഫോട്ടോസ് ഒക്കെ കിട്ടുന്നു. അതാകട്ടെ വാട്ടർമെലൺ ഷുഗർ ടീമിന്റെ ഫോട്ടോസ് ഒക്കെ ആയിരുന്നു. അകത്തുണ്ടായിരുന്ന റൂമിൽ നിന്നും ശബ്ദം കേൾക്കുന്ന അവളും എന്താണ് സംഭവം എന്നൊക്കെ അറിയുവാനായിട്ട് റൂമിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും സേക്യുങ് ആയിരുന്നു. അവളെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന പേരൻസിന്റെ മകളൊക്കെ ശരിക്കും താമസിച്ചിട്ടുണ്ടായിരുന്ന റൂമിലൊക്കെ കയറിയിട്ട് അവളും അതെല്ലാം തന്നെ നശിപ്പിക്കുകയാണ്. ഇനി ഈശ്വർ പാടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പാട്ടൊക്കെ ചോയ് കേട്ടു നോക്കുന്നു. ഗ്രാൻഡ് പൈനെ ഇനി ഒരിക്കലും കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ വിധി നമ്മളെ വീട് കണ്ടുമുട്ടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓണിക്കോളും ചോയുടെ അടുത്ത് എത്തുന്നു. ഉണ്ണിയോ സേക്കുങ്ങിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നീ ശരിക്കും ആരാണെന്നൊക്കെ സേക്കുങ്ങും ചോദിക്കുകയാണ്. അവളാകട്ടെ ഫ്യൂച്ചറിൽ നിന്നുമുള്ള നിങ്ങളുടെ മകളാണ് ഞാനെന്നൊക്കെ സേക്കുങ്ങിന്റെ അടുത്തും പറഞ്ഞു കൊടുക്കുന്നു. അവൾക്കിപ്പോൾ വട്ടായിട്ട് ഇരിക്കുകയായിരിക്കും. അതുകൊണ്ടാണ് ഇതുപോലെ മുമ്പിൽ ഇല്ലാത്ത കാഴ്ചകളൊക്കെ താൻ കാണുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് അവളും ഇറങ്ങി പോകാനായിട്ടൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ഉണ്ണിയോ അവളെ തടയുകയാണ്. അവൾ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. അതായത് സേക്യുങ്ങിനോട് അവളുടെ പേരൻസിനെയൊക്കെ ചെന്ന് കണ്ടതിന് ശേഷം അവരോട് ഞാൻ ഒരിക്കലും നിങ്ങളുടെ മകൾക്ക് പകരമായിട്ടുള്ള ആളല്ല എന്നൊക്കെ തുറന്നു പറയണം. അതുപോലെ തന്നെ നിന്റെ അച്ഛനും നിനക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. അദ്ദേഹത്തെ ചെന്ന് കണ്ടിട്ട് എന്തുകൊണ്ടായിരുന്നു എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ നീ തന്നെ ചോദിക്കണം. മറ്റൊരാളായിട്ട് ജീവിക്കുവാനായിട്ട് നിനക്ക് ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? അതുപോലെ തന്നെ എനിക്കും നീയായിട്ട് ജീവിക്കുവാൻ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇത്തവണയെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ജീവിക്കണമെന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും സേക്കുങ്ങും ഇപ്പോൾ കാണുന്നതെല്ലാം തന്നെ തന്റെ സങ്കല്പത്തിലുള്ള കാര്യങ്ങളാണെന്നൊക്കെ കരുതി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നു. ഒരു തീരുമാനമൊന്നും എടുക്കുവാനായിട്ട് സാധിക്കാത്ത സമയത്ത് ഒരു കോയിനൊക്കെ എറിഞ്ഞു നോക്കിയിട്ട് അതിൽ ഏത് സൈഡാണോ വരുന്നത് അതനുസരിച്ച് തീരുമാനമൊക്കെ എടുക്കുവാനായിട്ട് എന്നോടും ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഉൺക്യൂളും പറയുകയാണ്. ശരിക്കും ഉൺക്യൂൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് വിവാ ഗ്രാൻഡ്പനെ തന്നെ ആയിരുന്നു. എന്റെ കയ്യിൽ നിനക്ക് തരുവാനായിട്ട് കോയിനൊന്നുമില്ല, പക്ഷെ ഇത് നീ എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഈച്ചന്റെ ആ ഒരു പാട്ടൊക്കെ അവന് നൽകുകയാണ് ചോയ്. എന്റെ പേരൻസിനെ ചെവി കേൾക്കുവാൻ സാധിക്കാത്തവരാണ്. എനിക്ക് 1 വയസ്സ് മാത്രം പ്രായം കൂടുതലുള്ള ഒരു ചേട്ടൻ കൂടിയുണ്ട്. അവനും ചെവി കേൾക്കുകയില്ല. അങ്ങനെയുള്ള ഫാമിലിയിൽ നിന്നും എത്തുന്ന എന്നെ പോലെയുള്ള ആൾക്കാരെ കോട എന്നാണ് വെളിയിലെ ആൾക്കാർ വിളിക്കാറുള്ളത്. ഉൺക്യോൾ അങ്ങനെ പറയുമ്പോൾ ഗ്രാൻഡ്പ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യം അവനും ഓർക്കുകയാണ്. എപ്പോഴാണോ ഒരു കോടയൊക്കെ പാട്ടിൽ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആ ഒരു പാട്ടും മനോഹരമാക്കും. അതുപോലെ അവനും ഇതിന്റെ അവസാനം മനോഹരമാക്കുവാനായിട്ട് പോകുകയാണ് എന്ന് ചോയോട് പറയുന്നു. നിങ്ങൾ നിങ്ങളുടെ ആരോഗ്യമൊക്കെ നന്നായിട്ട് നോക്കണം. മകളുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കണം. ഒരുപാട് വർഷം കഴിയുമ്പോഴത്തേക്കും ഒരു കുട്ടി നിങ്ങളുടെ കടയുടെ മുമ്പിൽ കരഞ്ഞുകൊണ്ടൊക്കെ വരുന്നതായിരിക്കും. അവന് ഹോട്ട് ചോക്ലേറ്റ് അല്ല, അതിന് പകരമായിട്ട് പാല് കൊടുത്താൽ മതി. അവന് കൂടുതൽ ഇഷ്ടം പാലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓൺക്യോളും പോകുന്നു. ഓൺക്യോളും ഇപ്പോൾ ഈച്ചൻ പാടിയിട്ടുണ്ടായിരുന്ന പാട്ടൊക്കെ കേട്ടു നോക്കുകയാണ്. അത് കേൾക്കുമ്പോഴാകട്ടെ അവർ ഒന്നിച്ചുണ്ടായിരുന്ന നിമിഷങ്ങളെ കുറിച്ച് അവനും ഓർക്കുന്നു. ഈ ഒരു പാട്ടൊക്കെ എനിക്ക് തീർക്കുവാനായിട്ട് സാധിച്ചത് നിന്റെ സഹായം കൊണ്ട് മാത്രമാണ്. പക്ഷെ ഈ ഒരു പാട്ട് മാത്രമായിരുന്നില്ല. ഞാൻ എപ്പോഴൊക്കെ വിഷമിച്ചിരുന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ തന്നെ നീ എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ട്. നീ എന്റെ കൂടെ നിന്ന് എന്റെ നിരാശകളെല്ലാം തന്നെ മാറ്റി തന്നിട്ടുണ്ട്. നീ എന്റെ മകനാണെന്നൊക്കെ എന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും പല സമയങ്ങളിലായിട്ട് എനിക്കും നിന്നെ ഒരു മകനെ പോലെയാണ് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഒരച്ഛന്റെ സ്നേഹം എന്താണെന്നൊന്നും അനുഭവിക്കാനുള്ള യോഗം കിട്ടിയിട്ടില്ല. പക്ഷെ നീ എപ്പോഴൊക്കെ എന്റെ കൂടെ ഉണ്ടോ അപ്പോഴെല്ലാം തന്നെ എന്താണ് ഒരു അച്ഛന്റെ സ്നേഹം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട്. നീ എനിക്ക് വേണ്ടി ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും പകരമായിട്ട് അടുത്ത ജന്മത്തിൽ ഞാനും നിന്റെ അച്ഛനായിട്ടൊക്കെ ജനിക്കുന്നതായിരിക്കുമെന്നൊക്കെ ഈശ്വരൻ പറയുന്നു. അങ്ങനെ അവനും ആ ഒരു പാട്ടും ഈശ്വരൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങളും എല്ലാം തന്നെ കേട്ട് അവിടെ ഇരുന്നു കൊണ്ട് കരയുകയാണ്. അപ്പോൾ ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇതിന്റെ അവസാനത്തെ പാട്ടുമായിട്ട് എത്രയും വേഗം കാണാം. ബൈ.